ബോധം കെട്ടൊന്നും വീടരുത്, പിടിച്ചു നിന്നോണം കേട്ടോ. കസേരയിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോ. പ്രായമുള്ള ഉമ്മാടത്തൊക്കെ മരുമക്കളൊക്കെ പോയി നിന്നോളി. വീണാ പിടിക്കണ്ടേ. പറ ഉസ്താദേ, ഈ തള്ളയ്ക്ക് പോകാൻ സമയമായോ എന്ന് നോക്കട്ടെ. തന്നെ മരുമക്കളൊക്കെ കേട്ടോ. എല്ലാരും കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, മുത്തി നബി പറഞ്ഞതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അസ്റായിൽ എന്ന് പറയുന്ന മലക്കൊരു പ്രവാചകന് പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ അടയാളം, ഒന്നാമത്തെ അടയാളം. റെഡിയല്ലേ? നിങ്ങൾക്ക് എന്തൊരു സന്തോഷമില്ലാത്ത നേരത്തെ ഇനിയിപ്പോ ഈ പറയണ ഈ പൗരത്വ ബില്ലൊക്കെ പാസ്സായി, ഇതൊക്കെ വന്ന് സെൻസസ് ഒക്കെ എടുത്ത് രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോകാമല്ലോ, തറവാട്ടില്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തേ മനുഷ്യ ഒരു സന്തോഷമില്ലാത്ത, ഒരു സന്തോഷമില്ലാത്ത എന്താ? കേട്ട ഒന്നാമത്തെ അടയാളം, ഈ ഇരിക്കണ നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലോ താടിയിലോ കറുത്ത രോമങ്ങൾക്കിടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അടുത്തടാ മോനെ നിന്റെ സമയം. നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലോ താടിയിലോ കറുത്ത രോമങ്ങൾക്കിടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളവാ. ഒരുങ്ങിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം എന്താ? എന്താ? ഞാൻ പുറകിലോട്ട് നോക്കണില്ല. എല്ലാരും നോക്കിക്കോളി ഇൻഷാ. ഒരു വെള്ള രോമം, ഞാൻ പറഞ്ഞത് വെറുതെയല്ല, ഒരു വെള്ള രോമം കാണുന്നുണ്ടോടാ അനിയ? വെട്ടിയിട്ടോടാ നിന്റെ കബറ്. നിങ്ങളോട് എന്റെ ഉമ്മമാരോട് പറയുകയാ, ഒരു വെളുത്ത രോമം നിന്റെ തലയിലുണ്ടെങ്കിൽ നിന്റെ സമയമടുത്തു. കടം വീട്ടിക്കോ, പൊരുത്തം ചോദിച്ചോ, കഫൻ തുണി വാങ്ങിവെച്ചോ, നിന്നെ പള്ളിക്കുടി കൊണ്ടുപോകാൻ സമയമടുത്തു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനായില്ലേ? ഏകദേശം ഉള്ളതിന്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനമായല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നല്ലതുപോലെ നോക്കിക്കോ. പിഴുതാലും വെട്ടിയാലും പെയിന്റ് അടിച്ചാലും മൈലാഞ്ചിയിട്ടാലും വടിച്ചാലും അടയാളം തന്നെയാ. നിന്നെ ഉറപ്പായിട്ടും അടുത്തിരിക്കുന്നു നിന്റെ മരണം. അള്ളാഹു നന്നാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇനി ഇരുന്നു. സമാധാനമായല്ലോ, അൽഹംദുലില്ലാഹ്. അപ്പൊ ഏകദേശം ഉള്ളതിന്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ ബാക്കി രണ്ടെണ്ണം, അതിന് വലിയ 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 പവറൊന്നും. ഇപ്പൊ ഏകദേശം തീരുമാനമായി. നീ ഇപ്പൊ ചിലര് ചിരിക്കുന്നുണ്ട്, ഉസ്താദേ അപ്പൊ എന്റെ നരച്ചില്ല ഇല്ലേ? രണ്ടാമത്തെ അടയാളം വേണോ? വേണോടാ ചെറുപ്പക്കാരാ? ചിരിയാ, ഈ ചിരി എപ്പോഴും വേണം, കൊലച്ചിരി ആവരുത്. രണ്ടാമത്തെ അടയാളം നിത്യമായിട്ടുള്ള രോഗങ്ങളാ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ, അത് മരണത്തിന്റെ അടയാളമാ. ക്യാൻസർ മാത്രമല്ല, ഒരു തലവേദനയാണോ നിത്യമായിട്ട്? മൈഗ്രെയിൻ അല്ലേ? അവിടെ വേദന, ഇവിടെ വേദന. ഇത് നിന്റെ അവസാനത്തെ വേദനയുടെ അടയാളമാ. ഒരുങ്ങിക്കോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3, പഴയതുപോലെ ആരോഗ്യമൊന്നുമില്ല. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, പടച്ചവനെ കുനിയാൻ വയ്യ. നെഞ്ചും പിരിച്ച് നടന്നവനൊക്കെ കൂനു വന്നു തുടങ്ങി, മെലിഞ്ഞു തുടങ്ങി, തോലുകൾ ചുരുങ്ങി തുടങ്ങി, കൂനു വന്നു തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മരണത്തിന്റെ അടയാളമാ. അള്ളാഹു തയ്യാറാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അള്ളാഹു അസ്റായിലിനെ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞേ, ആമീൻ പറഞ്ഞേ. അപ്പൊ അൽഹംദുലില്ലാഹ്. ഒരുങ്ങിക്കോ എല്ലാരും. നിങ്ങൾ എന്തിനാ മക്കളെ ഇരിക്കണ? കാക്കാമാരെ ഇരിക്ക്. നാളെ മുതൽ കബറി റെസ്റ്റ് എടുക്കാനുള്ളതല്ലേ. കടന്ന് ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. അവിടെ കൊണ്ട് കടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കടക്കാൻ നീണ്ടു നിവർന്ന് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. അപ്പൊ മഹാനായി ഇദ്രീസ് നബിയും അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തമ്മിൽ കൂട്ടുകാരെ പോലായി. അപ്പൊ ഒരിക്കൽ ചോദിച്ചു, കിട്ടിയ അവസരം മുതലാക്കണമല്ലോ. ഇദ്രീസ് എന്ന് പറയുന്ന പ്രവാചകൻ ചോദിച്ചു, അസ്റായിലെ മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ. ഈ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. എന്നെ ഒന്ന് മരിപ്പിക്കോ? എന്റെ റൂഹൊന്ന് പിടിക്കണം, എന്നിട്ട് തിരിച്ചു തന്നാ മതി. അപ്പൊ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുങ്ങാൻ പറ്റും. അസ്റായിൽ അലൈഹിസ്സലാമിനോട് ആഗ്രഹം പറഞ്ഞപ്പോൾ അതങ്ങനെ നിസ്സാരമായിട്ടുള്ളൊരു ആഗ്രഹമല്ലല്ലോ. അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഇദ്രീസ് നബി ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുകയാ, പടച്ചവനെ എന്തേ ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ മലക്കിനെ അതങ്ങ് സാധിപ്പിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. റൂഹ് പിടിക്കാൻ പറഞ്ഞു. റൂഹ് പിടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ റൂഹ് പിടിച്ചു, തിരിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് നബിയെ? കൊള്ളാം. ഇദ്രീസ് നബിയുടെ വെച്ച് എങ്ങനെയുണ്ടെന്ന് ഭയാനകമാണ് അസ്റായിലെ. ഇദ്രീസ് നബി രണ്ടാമത് പറഞ്ഞു, അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ചതാണ് നരകം. ഭയാനകമാണ് നരകം. ഒരാൾക്കും താങ്ങാൻ പറ്റാത്തതാണ് നരകം. ആ നരകം എന്നെ ഒന്ന് കൊണ്ട് കാണിച്ചു തരൂ.
ഊട്ടി പോണവല്ലേ, എന്നെ കൊണ്ടുപോയിട്ട് ആ നരകം ഒന്ന് കാണിച്ചു തരുക അസ്രായീലെ, കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാലോ. അവിടെ നിന്ന് അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു പറഞ്ഞു കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ. കൊണ്ടുപോയിട്ട് നരകം ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞു, എനിക്ക് ഇനി ഒരാഗ്രഹം കൂടെ ഉണ്ട്, പറ്റില്ല എന്ന് പറയരുത്, ഒന്നുകൂടെ ഉള്ളൂ. എങ്ങനെ എനിക്കിത് സാധിപ്പിച്ചു തരണം? എന്താണ് ആഗ്രഹം? അള്ളാന്റെ സ്വർഗം എനിക്കൊന്ന് കാണണം. പടച്ചുറബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം എനിക്കൊന്ന് കാണിച്ചു തരണം. അതത്ര സിമ്പിളായിട്ടുള്ളൊരു വഴി കാര്യമല്ലല്ലോ. അള്ളാഹുവിനോട് മൂന്നാമതും ചോദിച്ചു. അള്ളാഹു പറഞ്ഞു ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബിയും അസ്രായീൽ അലൈഹിസ്സലാമും കൂടെ സ്വർഗത്തിന്റെ മുന്നിൽ പോയി. സ്വർഗത്തിന്റെ മുന്നിലെത്തിയപ്പോ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ എനിക്ക് കയറാൻ അനുവാദമില്ല, നിങ്ങൾ പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിയാ ഞാൻ ഇവിടെ നിന്നോളാം. നിങ്ങൾ പോയി സ്വർഗമെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് വരണം, ഞാൻ ഇവിടെ നിൽക്കാം. ഓക്കെ, സമ്മതിച്ചു. കേറിപ്പോയി. ഇദ്രീസ് നബി ഇങ്ങനെ സ്വർഗത്തിൽ പോയിട്ട് ഇങ്ങനെ നടക്കാൻ. മനോഹരം കൊട്ടാരങ്ങൾ, അരുവികൾ, പഴങ്ങൾ, പദവികൾ, ഹൂറുല്യങ്ങൾ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ. അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് ഇങ്ങനെ പുറത്തു നിന്ന് മടുത്തു. ഈ ചങ്ങാതി ഇറങ്ങി വരണില്ല. സ്വർഗത്തിന്റെ അകത്തേക്ക് കയറിപ്പോയ ഇദ്രീസ് നബിയെ കാണുന്നില്ല. ഒരുപാട് സമയമായി. അവസാനം അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് വിളിച്ചു, ഇദ്രീസ് നബിയെ, ഇറങ്ങി വാ നബിയെ, ഞാൻ വരൂല. നബിയെ വാ നബിയെ, ഞാൻ ഇറങ്ങി വരൂല. നബി നിങ്ങൾ വരാന്ന് ഞാൻ വരൂല, എത്ര വിളിച്ചാലും ഞാൻ ഇറങ്ങൂല. അങ്ങനെ അസ്രായീൽ എന്ന് പറയുന്ന മലക്കും ഇദ്രീസ് നബിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു വിഷയം പരിഹരിക്കാൻ. അപ്പൊ അസ്രായീൽ എന്ന് പറയുന്ന മലക്കിന്റെ അടുത്ത് വന്നിട്ട് ഈ മലക്ക് ചോദിച്ചു, എന്താപ്പ വിഷയം, എന്താപ്പ അള്ളാഹ് ചങ്ങാതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറി പോയിട്ട് ഇപ്പൊ ഇറങ്ങി വരണില്ലല്ലോ. ഇറങ്ങി വരാമെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ കയറി പോയിട്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ കണ്ടപ്പോ ഇപ്പൊ പറയാ ഇറങ്ങി വരൂല്ല, ഞാനിപ്പോ എന്താ ചെയ്യാ? അപ്പൊ മലക്ക് നേരെ ഇദ്രീസ് നബിയുടെ മുന്നിൽ പോയി. എന്താ നബിയെ പോകാത്തെ? പോകാന്നൊക്കെ പറഞ്ഞു വന്നതല്ലേ, ഇപ്പൊ എന്താ ഇറങ്ങി പോകാത്തെ? ഞാൻ പോവില്ല. അതെന്തേ? 3 കാരണങ്ങളുണ്ട്. ഇദ്രീസ് നബി സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ അവിടെ നിന്ന് പറഞ്ഞ 3 കാരണങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അതിനകത്തുണ്ട് ആ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇദ്രീസ് നബി പറഞ്ഞു, എല്ലാവരും KL-59G 1451 കാറ് ട്രാഫിക് ബ്ലോക്കായി നിർത്തിയിട്ടുണ്ട്, ഒന്ന് പോയി എടുത്ത് മാറ്റി കൊടുക്കുക. എന്ത് കാറാപ്പോയത്? കാരണം നമ്പർ പറഞ്ഞാൽ അറിയത്തില്ല ആൾക്ക്. വൈറ്റ് സ്വിഫ്റ്റ്, പോയി മാറ്റി കൊടുക്കും. അപ്പൊ അള്ളാഹുവേ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒന്നാമത്തെ കാരണം, എല്ലാരും മരിക്കും ഇല്ലേ? ലോകത്ത് വന്ന എല്ലാരും മരിക്കും. മരണത്തിന്റെ വേദന എല്ലാവരും അനുഭവിക്കും. പക്ഷെ ഒരു വട്ടമല്ലേ മരിക്കത്തുള്ളൂ. ഇദ്രീസ് നബി പറഞ്ഞ മറുപടി, എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു വട്ടമല്ലേ മരിക്കത്തുള്ളൂ. ഞാൻ ഒരു വട്ടം എന്തായാലും മരിച്ചു. ആ മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞ ആളാണ്. രണ്ടാമതായി പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നരകം കാണുമെന്ന്. ഞാൻ കണ്ടു. നരകം കാണുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നരകവും കണ്ടു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞു, സ്വർഗത്തിൽ കയറിയ ഒരാൾ അള്ളാഹു ഇറക്കി വിടാറില്ല. സ്വർഗത്തിൽ കയറിയ ഒരാളെ അള്ളാഹു അങ്ങനെ പുറത്താക്കാറില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഇറങ്ങൂല. അള്ള എന്നെ ഇറക്കി വിട്ടാലേ ഞാൻ പോത്തുള്ളൂ. ഇനി അള്ള ഇവിടെ തന്നെ ഇറക്കി വിടണം, ഇല്ലാതെ ഞാൻ ഇനി പുറത്തേക്കില്ല. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ ചങ്ങാതി അവിടെ വിട്ടേക്കാൻ. അങ്ങനെയാണ് ആ പ്രവാചകൻ സ്വർഗത്തിൽ കയറിയത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് കഥ കേൾക്കണ പോലെ കേൾക്കാനല്ല. ഈ സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കും, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ കരുതിയോ? അള്ളാഹുവേ, പടച്ചവനെ സദസ്സിലിരിക്കുന്ന പെങ്ങന്മാരോട്, സഹോദരങ്ങളോട്, അള്ളാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോ? ആ സ്വർഗ്ഗം തുറക്കുന്നതാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ പ്രവാചകന്റെ പുറകിലാരാട്? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്,
ബദരീങ്ങള്, ശുഹദാക്കള്, സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, അല്ലാഹു ഇഷ്ടപ്പെട്ടവര്, ഇവരെല്ലാവരും കടന്നു പോകുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്താണുള്ളത്? സ്വർഗം കിട്ടാൻ നിന്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? 25, 30, 35, 40, 45, 50, 55, 60, 65 വയസ്സു പ്രായമുള്ളവരെ സദസ്സിലിരിക്കുന്നല്ലോ. ഒരുപാട് കാലം കൊണ്ട് നിസ്കരിക്കുന്നല്ലോ, ഒരുപാട് കാലം കൊണ്ട് ഖുർആൻ ഓതുന്നല്ലോ, ഒരുപാട് കാലങ്ങൾ കൊണ്ട് ദിക്ർ പറയുന്നല്ലോ, ഒരുപാട് കാലം കൊണ്ട് സദഖ കൊടുക്കുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ ചെയ്തു കൂട്ടിയ ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ നിന്റെ ജീവിതത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു അൽഹംദുലില്ലാഹ്, ഏതെങ്കിലും ഒരു റക്അത്ത് നിസ്കാരം, ഏതെങ്കിലും കൊടുത്ത 1 രൂപയുടെ സദഖ അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ, അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാ കൈമലർത്താനല്ലാതെ ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്കും ധൈര്യമില്ല. പിന്നെ എങ്ങനെയാ സ്വർഗത്തിൽ പോകുക? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വർഗത്തിലേക്ക് പോകാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ കൈവക്കാൻ പറഞ്ഞപ്പോൾ പടച്ചവൻ ഈ സദസ്സിലിരുന്ന 99% പേരും കൈവക്കിയല്ലോ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ? ഒരു എളുപ്പ വഴി പറയട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. ഈ സ്വഹാബിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ഇഷ്ടമാ, പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാ. മുത്തുനബി എന്ന് പറഞ്ഞ ജീവനായിരുന്നു, പ്രവാചകനും അങ്ങനെ തന്നെയാണ്. ഈ ചെറുപ്പക്കാരനെ റസൂലുള്ളാഹിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരിക്കൽ സ്നേഹം കൂടിയപ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? സ്നേഹം കൂടിയപ്പോ, വല്ലാത്ത സ്നേഹം കൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സഹാബിയ. ഈ സഹാബിക്ക് പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, പ്രവാചകനും ഈ സഹാബിയെ വല്ലാത്ത ഇഷ്ടം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിരുന്നു. ഒരിക്കൽ സ്നേഹം കൂടിയപ്പോ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിക്ക്, ഞാൻ തരാം. എന്തു വേണമെങ്കിലും ചോദിക്ക്, ഞാൻ തരാം. ആ സമയത്ത് ഈ ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, എനിക്ക് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ വരണം. സ്വർഗ്ഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ വരണം, അങ്ങയുടെ കൂട്ടുകാരനാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അവ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. പൈസയോ പദവിയോ അധികാരങ്ങളോ കൊട്ടാരങ്ങളോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നീ ചോദിക്ക്, സ്വർഗം ചോദിക്കല്ലേ. ഇല്ല നബി, എനിക്ക് സ്വർഗം മതി, വേറെ ഒന്നും വേണ്ട. നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ വരണം, എനിക്ക് വേറെ ഒന്നും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞതാണല്ലോ, വാക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? സഹോദരിമാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? ലോകത്തിന്റെ നേതാവ് പറയുകയാ, ഞാൻ തരും, ഞാൻ കൊണ്ടുപോകും. നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ചിട്ട് മുത്തുനബി പറയുകയാ, എന്റെ കൂടെ കൊണ്ടുപോകും ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണമെങ്കിൽ എന്റെ കൂടെ ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക്. അള്ളാഹു കൂടെ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ വെറുതെ കിട്ടൂല. അതാ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് നാളെ 5 കൂട്ടുകാരുണ്ട്. നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 5 വിഭാഗം ആൾക്കാരുണ്ട്. 5 നന്മകൾ മുത്തുനബി പറയുന്നുണ്ട്. ഈ പറയുന്ന 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചു സ്വർഗത്തിൽ പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സ്വല്ലല്ലാഹു
اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ. BP കുറഞ്ഞെന്ന് തോന്നുന്നു, ചെറുതായിട്ട് കറക്കം തുടങ്ങി. ഇരിക്കുന്നല്ലേ നല്ലത്, ഇരുന്നോട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞ കൈമാരെ, നമ്മൾ ഈ ഉറക്കമില്ലല്ലോ, ഉറക്കമില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇത്തിരി തടിയൊക്കെ ഇത്തിരി കൂടുതലായതുള്ള കുഴപ്പമൊന്നുമില്ല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾക്ക് പേടിയാ? എനിക്ക് പേടിയൊന്നുമില്ല. സ്വർഗം കിട്ടിയാൽ മതി, വേറെ ഒന്നുമില്ല. അത് വെടി കൊണ്ടിട്ടാണെങ്കിലും അടി കൊണ്ടിട്ടാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ 40 പേര് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇങ്ങനെ ഇരുന്ന് മരിച്ചുപോയാ ഈ വന്നവരൊക്കെ പറയല്ലോ അൽഹംദുലില്ലാ, എന്ത് വലിയ ഭാഗ്യം അല്ലേ. പഴയത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ സ്റ്റേജിലിരുന്ന് മരിച്ചു. അങ്ങനൊക്കെ ഭാഗ്യമൊന്നും ഇല്ലപ്പ. അങ്ങനെ കിട്ടണമെങ്കിൽ യോഗം വേണം. അങ്ങനൊക്കെ ഒരു മരണം കിട്ടണമെങ്കിൽ അതിനൊരു യോഗം വേണം. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ 5 നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്ന 5 നന്മകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. പറ, നിങ്ങളും കൂടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം എന്താ, ഞാൻ വിശദീകരിക്കുന്നില്ല. ബക്കറ്റ് പിന്നെ എടുക്കാപ്പ, ആദ്യം എടുത്തു കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് ഓടിക്കളയും. അള്ളാഹു പുറത്തവരിക്കട്ടെ. കാരണം ബക്കറ്റ് എടുക്കുമ്പോ ഓടാനൊരു ഭാഗമുണ്ട്, അതുകൊണ്ട് അവസാനം വരെ അതോണ്ടിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ എന്റെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണോ? എവിടെ വെച്ചാണെന്നറിയുമോ? ഇവിടെ വെച്ചല്ല, എവിടെ വെച്ചാണ് നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എവിടെ വെച്ചാണ് കടന്നു പോകുന്നത്? ഏത് സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോൾ ആകാശത്ത് നിന്ന് പടച്ചവനെ നക്ഷത്രവും സൂര്യനും ചന്ദ്രനുമെല്ലാം ഇങ്ങനെ തലയുടെ മുകളിലേക്ക് പെയ്തിറങ്ങുകയാണ്. മഴത്തുള്ളികൾക്ക് പകരം തീമഴ പെയ്തിറങ്ങുകയാണ്. ആ മലക്കതാ ഊതിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാണ്. പിന്നെ ഇവിടെ ഒരുത്തനുമില്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനുമില്ല. എല്ലാവരും തകർന്ന് തരിപ്പണമായി മണ്ണിന്റെ അടിയിലേക്ക് വീഴുകയാണ്. പടച്ചവനെ, ശവപ്പറമ്പാവുകയാണ്. രണ്ടാമത് അല്ലാഹു ആ മലക്കിന് അവിടുന്ന് റൂഹ് കൊടുക്കുകയാ.
അല്ലാഹുവേ, രണ്ടാമതാ മലക്കദാ സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോൾ ഈ സദസ്സിലിരിക്കുന്നവർ മുഴുവനും മരിച്ചപ്പോ കബറടക്കുന്നത് എങ്ങനെയാണ്? നല്ലതുപോലെ കുളിപ്പിച്ചു, വെള്ള തുണിയിൽ പൊതിഞ്ഞു, സുഗന്ധങ്ങൾ തേച്ചു, മനുഷ്യന്റെ കോലത്തിലാണ് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കുന്നത്. എങ്കിലും നാളെ വരുന്നത് ഇതുപോലെയല്ല, നാളെ വരുന്നത് ഇതുപോലെയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പള്ളിപ്പറമ്പിൽ നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്നത് പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, പിൻദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, 41 വിഭാഗത്തിലെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് ജനങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ ഉമ്മ പ്രസവിച്ചതുപോലെ, പടച്ചവനെ മുണ്ടില്ല, ഉടുപ്പില്ല, ഒന്നുമില്ല, എല്ലാവരും നഗ്നരായിട്ട്, എല്ലാവരും നഗ്നരായിട്ട് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. ഒരാളും ചെരുപ്പ് ധരിച്ചിട്ടില്ല. അന്ന് ചെമ്മിന്റെ തറയിലാണ് നിൽക്കുന്നത്. അല്ലാഹുവേ, 15 കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, ഇന്നിവിടെ ഇരിക്കുമ്പോ നിന്റെ ശരീരം വിയർക്കുന്നല്ലോ. നാളെ വിയർത്ത് 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 ജനങ്ങളുടെ വിയർപ്പിന്റെ അകത്ത് മുങ്ങി നിൽക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ ജനങ്ങളുടെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുകയാണ്. ചൂട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, ചോറ് തിളച്ചിങ്ങനെ മറിയുമല്ലോ. ചോറ് ഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ, നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ മാതാപിതാക്കളോ നിന്റെ കൂടപ്പുറപ്പോ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്നെ സ്വർഗത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ. പ്രവാചകന്റെ കൂടെ നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഫഅനി അലാ നഫ്സിക ബികസുറത്തി സുജൂദ്. സഹാബാ, നിങ്ങളുടെ സുജൂദുകൾ അധികരിപ്പിക്കണേ സഹാബ, നിങ്ങളുടെ സുജൂദുകൾ അധികരിപ്പിക്കണേ സഹാബ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇവിടുത്തെ പള്ളിയുടെ മിനാരത്തിൽ ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ റബ്ബിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഏതു മനുഷ്യനാണോ നമസ്കരിക്കുന്നത്, ആ നമസ്കരിക്കുന്നവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ വരുന്ന ഒന്നാമത്തെ കൂട്ടുകാരി അവര് നിസ്കരിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പൊന്നു ചങ്ങാതിമാരെ, ഇന്നത്തെ നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വെള്ളിയാഴ്ച പോലും കേറാത്ത മഹാന്മാരുണ്ട്. എന്തിനാണ് 5 വഖത്തൊക്കെ എന്തിനാ പോണേ? അത് ആഴ്ചയിൽ ഒരിക്കൽ പോയാ പോരാ. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കി, ഹജ്ജല്ലേ? വെള്ളിയാഴ്ച മാത്രം പോയാ പോരെ? എന്തിനാ 5 വഖത്ത് പോണേ? അത് ഉസ്താദന്മാര് കുറെ പ്രായമുള്ള ഉപ്പാപ്പമാർക്കുള്ളത്. നമ്മളൊക്കെ യുവത്വട പൊളിക്കേണ്ട സമയടാ ചങ്ങായിമാരെ. എടാ, എന്തിനാടാ 5 വഖത്ത് പോണേ? വല്ല മഗ്രിബോ ഇശായോ സമയം കിട്ടുമ്പോ പോവാ. അതാ ഇന്നത്തെ അവസ്ഥ. ഇന്ന് നിസ്കരിക്കുന്നില്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് ആരും കരുതുന്നില്ല. ഈ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കണ ഈച്ച ഇങ്ങനെ പാച്ചു കളയണ പോലെ നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പൊ ചോദിക്കും, തുടങ്ങിയിട്ട് അങ്ങനെ എവിടെ പോയാലും നിസ്കാരം നിസ്കാരം നിസ്കാരം, വേറെ ഒരു വിഷയമില്ല, വേറെ ഒരു വിഷയമില്ലല്ലോ നിസ്കാരത്തെ കുറിച്ച്. പിന്നെ ഞാൻ എന്നാ പറയണത് നിങ്ങളുടെ മുന്നിൽ? മരണത്തെ കുറിച്ചോ, ഖബറിനെ കുറിച്ചോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റൂഹ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ഈ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുക.
എന്തോ പറയുന്നുണ്ട്, വെളിയിലേക്ക് കേൾക്കണില്ല. ചെവി ഇങ്ങനെ കൊണ്ടുവച്ചപ്പോ ഹജ്ജിന് പോകാനല്ല പറഞ്ഞത്, ഉംറയ്ക്ക് പോണ കാര്യമല്ല പറഞ്ഞത്, സദഖ കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഖുർആൻ ഓതുന്ന കാര്യമല്ല പറഞ്ഞത്, മരണത്തെ കുറിച്ചല്ല പറഞ്ഞത്. മുത്തുനബി ആ മരിക്കുന്ന സമയത്ത് പറയുകയാ, നിസ്കാരം ഉപേക്ഷിക്കില്ലേ, നിസ്കാരത്തിന്റെ കാര്യം മറക്കണ്ട. മുത്തുനബി വഫാത്തിന്റെ വേളയിലും നിസ്കരിക്കാനാ പറഞ്ഞത്. നിസ്കാരത്തിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അതാ നിസ്കാരം, അതാ നിസ്കാരം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കത് നിസ്സാരം. അല്ലാഹുവിന്റെ നിസ്കാരം നമ്മൾ നിസ്സാരമായി കളയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മദീനത്ത് മുത്തുനബിയുടെ റൗള ശരീഫിന്റെ ചാരത്ത് ഈ സഹാബി കിടക്കുന്നുണ്ട്, അടുത്ത് തന്നെ. ഈ സഹാബി പറയുകയാ, നിങ്ങൾ നല്ലതുപോലെ കേട്ടോ, ഈ സഹാബി പറയുകയാ, ഒരു വഖ്ത് നിസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കിയാൽ, ഒരു വഖ്ത് നിസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കിയാൽ അവൻ കാഫിറായി പോകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു വഖ്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കി അവൻ കാഫിറായി പോകുന്ന. അപ്പൊ എത്ര മുസ്ലിമീങ്ങൾ കാണും? 25 കോടി മുസ്ലിമീങ്ങൾ ദുആ ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഇത് എത്ര ഉണ്ട് നിസ്കരിക്കണം? ഇതിൽ നിസ്കരിക്കാൻ എത്ര പേരുണ്ട്? നീ വിചാരിച്ചു അങ്ങോട്ട് ഓസിന് കിട്ടുമെന്ന് വിചാരിച്ചോ? എടാ, നമ്മുടെ കയ്യിൽ ഇരിപ്പ് കൊണ്ട ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം നമ്മളൊക്കെ തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കണം എത്ര പേരുണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണമില്ലാതെ ഒരു വഖ്ത് മുടക്കിയാൽ എന്താ കാരണം? ആമിനത്ത വിചാരിക്കുന്നത് മീൻ വെട്ടിക്കഴിഞ്ഞാൽ കുളിക്കാതെ നിസ്കരിക്കാൻ പാടില്ല, അതുകൊണ്ടാ ളുഹർ അസർ വരെ എത്തിക്കുന്നത്. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ കരി പറ്റിക്കഴിഞ്ഞാൽ കിളയ്ക്കാൻ പോകുന്നവൻ പഠിച്ചവനല്ലോ, കിളയ്ക്കാൻ പോകുമ്പോ ശരീരം ഉയർത്താ, പിന്നെ കുളിക്കാതെ നിസ്കരിക്കുക. ഇത് ഏത് കിതാബിലാ നിങ്ങൾ പഠിച്ചിരിക്കണേ? കുളിച്ചാൽ ഇടം മീൻ വെട്ടിക്കഴിഞ്ഞാൽ കുളി നിർബന്ധമാവും, കിളയ്ക്കാൻ പോയാൽ കുളി നിർബന്ധമാവും, കച്ചവടത്തിന് പോയാൽ കുളി നിർബന്ധമാവും. ഇപ്പൊ കുളിച്ചിട്ട് നിസ്കരിക്കാവുന്ന ഏത് കിതാബിലാ പറഞ്ഞിരിക്കണ? ഫർള. ഞാൻ ചോദിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണം ചോദിക്കാം. നിന്റെ വീട്ടിൽ കിടക്കുന്നുണ്ട് നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിങ്ങളുടെ കുടുംബത്തിൽ പലരും രോഗം പിടിച്ചു കിടക്കുന്നുണ്ട്. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. രോഗം പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുക, ഒരു സൈഡ് തളർന്ന്, ക്യാൻസർ പിടിച്ചവർ, ട്യൂമർ പിടിച്ചവർ, കിഡ്നി തകർന്നു പോയവർ, കയ്യും കാലും തളർന്നവർ, ഇങ്ങനെ കിടക്കുക. ഈ കിടക്കണവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ലേ? നമ്മുടെ കാര്യം പോട്ടെ. ഈ രോഗം പിടിച്ച് കിടക്കണവർക്കൊക്കെ നിസ്കാരം നിർബന്ധമുണ്ടോ? എന്തേ നിന്റെ ദീൻ പറയുന്നത്? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. ഇനി ഫിഖഹിന്റെ പണ്ഡിതന്മാര് പറയാ, കടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കണം നിസ്കരിക്കുന്നവനെ പോലെ. അതിനു പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. മരിക്കാൻ കിടക്കുന്നവൻ 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നല്ലേ ആരോഗ്യമുള്ളവന്റെ കാര്യം. എടാ, ക്യാൻസർ പിടിച്ച്, ട്യൂമർ പിടിച്ച്, മരണത്തോട് മല്ലടിച്ച് കിടക്കണം നിന്റെ വാപ്പായ്ക്ക് നിസ്കാരം നിർബന്ധമാണ്. പിന്നല്ലേ ആരോഗ്യത്തോടുകൂടി കിടക്കണം നിനക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും നമുക്കറിയില്ല. നമ്മളിങ്ങനെ പേടിച്ചു നടക്കുക. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലെ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞിട്ട് പിരിയുകയാണ്. അവസാനം അല്ലാഹുവിന്റെ കഅബയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉമർ തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സ്വഹാദതൻ ഫീ സബീലിക വമൗതതൻ ഫീ ബലദി നബിയിക. പടച്ചവനെ, ദുആ കേൾക്കുമ്പോൾ സ്വഹാബത്ത് കണ്ണ് തള്ളി നിൽക്കുകയാണ്. അവിടെന്ന് പറയുന്ന, പടച്ചവനെ, മരിക്കുമ്പോ ഷഹീദാകണം, ഷഹീദായി മരിക്കണം. എവിടെ കിടന്നു? മദീനത്ത് കിടന്ന്. നടക്കാത്ത മോഹമാണ്, സാധ്യതയില്ലാത്ത കാര്യമാണ്. ഉമർ തങ്ങൾ ദുആ ചെയ്തു. മദീനത്തേക്ക് വന്നു. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് പള്ളിയിൽ പോയി. പ്രസംഗിക്കുമ്പോൾ, അവിടുന്ന് ഖുത്ബ ഓതുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, ഉസീകും ബിത്തഖ്വല്ലാഹ്. അവിടുന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ സമയമെടുത്തു, എന്റെ മരണമെടുത്തു, ഞാൻ പോവുകയാ. പടച്ചവനെ, അവിടുന്ന് അവസാനം ജുമുഅ കഴിഞ്ഞു, അസ്ർ നമസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു, ഇശാ നമസ്കരിച്ചു. തന്റെ ഭാര്യ മക്കളുടെ കൂടെ വീടിന്റെ അകത്ത് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു.
തങ്ങള് പള്ളിയിലേക്ക് വന്നു. നൂറുകണക്കിന് സ്വഹാബത്ത് പള്ളിയിലേക്ക് വന്നു. അവസാനം ഇഖാമത്ത് കൊടുത്തു. ഉമർ തങ്ങൾ നമസ്കരിക്കാൻ ഇമാമത്തായി കയറി നിന്നു. ഉമർ തങ്ങൾ ഇമാമത്തായി കയറി നിന്നു. അവിടെ നിന്ന് നിയ്യത്ത് ചെയ്തു, കൈകെട്ടി ഫാത്തിഹ ഓതി. ഇന്ന് സൂറത്ത് യൂസുഫ് ഓതുകയാണ്. സുബഹിക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ ഇമാമത്തായി നിന്നിട്ട് സൂറത്ത് യൂസുഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരു കടാരയുമായിട്ടൊരുത്തനെ കടന്നു വരികയാ. അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ ഒരു കടാരയുമായി പടച്ച റബ്ബിന്റെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വഹാബികളുടെ ഇടയിലൂടെ പള്ളിയുടെ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ കയറി വന്നു. ഇമാമത്തായി നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കത്തി അങ്ങ് കുത്തിക്കേറ്റുകയാ. പിന്നെയും പിന്നെയും മൂരി കുത്തുകയാ. എന്നിട്ട് ഇവൻ ഇറങ്ങി ഓടുകയാണ്. നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബത്തിനെയും കുത്തി മലർത്തി. എന്നിട്ട് അവൻ ഓടി രക്ഷപ്പെടുകയാണ്. പടച്ചവനെ, അതാ ഇമാമ് കുത്തുകൊണ്ടിട്ട് മരണവപ്രാളത്തിൽ കിടന്ന് പിടയുകയാ. അതാ തന്റെ ചാരത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7 സ്വഹാബത്ത് രക്തത്തിൽ കുളിച്ച് കിടന്നിട്ട് പിടയുകയാ. പക്ഷേ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാളും ഓടിയില്ല, ഒരാളും കെട്ടിയ കൈ പോലും അടിച്ചില്ല, ഒരാളും നിലവിളിച്ചില്ല. തന്റെ ഇമാമിനെ കണ്ണിന്റെ മുന്നിൽ കുത്തി മലർത്തിയിട്ടിരിക്കുകയാണ്. ചാരത്ത് നിന്ന് നിസ്കരിച്ചവൻ കുത്തുകൊണ്ട് പിടന്ന് താഴെ വീഴുമ്പോഴും അല്ലാഹുവേ അവന് കൈകെട്ടി നിൽക്കുകയാണ്. കെട്ടിയ കൈ ഒരാളും അഴിക്കുന്നില്ല. കാരണം അവരെവിടെ ആരുടെ മുന്നിലാ നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാ അവന് കൈകെട്ടിയിട്ട് പറഞ്ഞതെന്ത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. അവര് പ്രതിജ്ഞയെടുത്തവരാണ്, അവര് പ്രതിജ്ഞയെടുത്തവരാണ്. പടച്ചവനെ, സർവ്വതും നിനക്കാണ് തമ്പുരാന്, ജനനവും മരണവും നിനക്കാണല്ല. പറഞ്ഞത് ആത്മാർത്ഥമായിട്ടായിരുന്നു, നമ്മളെ പോലെ വെറുതെയല്ല. പടച്ചവനെ, അതാ ഉമർ തങ്ങൾ പിടഞ്ഞു വീഴുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഉമർ തങ്ങൾ നമസ്കരിക്കാൻ കഴിയാതെ പിടഞ്ഞു വീഴുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കേറി നിൽക്ക് സഹാബ, ആരെങ്കിലും കേറിയൊന്ന് ഇമാമത്ത് നിൽക്ക്. അതാ തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ഇമാമ നിന്ന പായിലേക്ക് കേറി. പടച്ചവനെ, ആ സ്വഹാബി അവിടെ നിന്നുകൊണ്ട് നമസ്കാരം തുടങ്ങുകയാ. സുബ്ഹാനല്ലാഹ്. ആ സ്വഹാബിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്നതാരാ? മരണപ്രാളത്തിൽ കിടന്ന് പിടയുന്നതാരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പള്ളിക്കകത്ത് ഉമർ തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് കത്തി എടുത്തിട്ട് ഒറ്റ കുത്ത്. ഇറങ്ങി പോകുമ്പോ നിസ്കരിച്ചുകൊണ്ടിരുന്ന 6 എണ്ണത്തിനെ കുത്തി മലർത്തിയിട്ട് ഓടുക. ഒരൊറ്റ സഹാബിയും ആ കെട്ടിയ കൈ അഴിച്ചില്ല വാപ്പ. ഒരാളും ഓടിയില്ല വാപ്പ. അതിനാ നിസ്കാരം എന്ന് പറയുന്നത്. ഒരൊറ്റ സഹാബി അനങ്ങിൽ അങ്ങനെ നിൽക്കാം. ഉമർ തങ്ങൾക്ക് ഇനി ഇമാമത്ത് നിൽക്കാൻ പറ്റാതെ വന്നപ്പോ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു അക്ബർ, സൂചന കൊടുത്തു, ആരെങ്കിലും കയറി നിൽക്കാൻ. ഒരു സഹാബി കയറിയിട്ട് മുന്നോട്ട് നിൽക്കുമ്പോ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ കാലിന്റെ ചുവട്ടിൽ കിടന്നിട്ട് മരണവപ്രാളത്തിൽ പിടയുകയാ. അപ്പോഴും ആ സഹാബി നിസ്കരിച്ചു. അതിനാ നിസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.